ആരംഭിക്കുകയാണ്. എന്നിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സെക്ഷനെ പറ്റി ഒരു ചെറിയൊരു കാര്യം ഒരു വിവരണം തന്നതിന് ശേഷം നമ്മുടെ സ്വാഗതം ആശംസിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 2 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ അധ്യക്ഷ പ്രസംഗം ഉണ്ടാവും, ഉദ്ഘാടന പ്രസംഗം ഉണ്ടാവും, അതുപോലെ തന്നെ വിഷയ അവതരണം ഉണ്ടാകും. കാർഷിക വിള പരിപാലനത്തെപ്പറ്റി നമ്മുടെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഉരുത്തിരിഞ്ഞെടുത്തിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ഒരു ലീഡ് പേപ്പർ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവതരിപ്പിക്കുകയും അതിനോട് ചേർന്ന് 6 പേർ നമ്മുടെ പാനൽ ചർച്ച നയിക്കുന്നതിന് വേണ്ടി 6 പേർ ഉണ്ട്. അപ്പോൾ അവർ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ സദസ്സിലുള്ള ആൾക്കാർക്ക് ഒരു 30 മിനിറ്റോളം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്ത സെക്ഷൻ 4:15 തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആ സമയം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ കൂടുതൽ ആശയങ്ങളൊക്കെ ഉള്ളത് നമ്മൾ എഴുതി നമ്മുടെ റാപ്പോർട്ടിയേഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക വിള പരിപാലനം. ഈ സെമിനാറിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് N. ചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹം കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ സ്പീക്കറും അതുപോലെ തന്നെ നിയമമന്ത്രിയുമായിട്ടുള്ള സഖാവ് M. വിജയകുമാർ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ സെമിനാറിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ വിഷയാവതരണം നടത്തുന്നത് നമ്മുടെ കാർഷിക വിള പരിപാലനത്തിൻ്റെ വിഷയാവതരണം നടത്തുന്നത് നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ കൃഷിയുടെ ചീഫായിട്ടുള്ള ശ്രീ നാഗേഷ് അവറുകളാണ്. അദ്ദേഹത്തിനെയും ഈ സെമിനാറിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പാനൽ ചർച്ച നയിക്കുന്നവർ ഡോക്ടർ K. ഈശ്വരൻ. അദ്ദേഹം CDS സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ്. അതേപോലെ വേറൊരു പാനലിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ C. തബ്ബ. അദ്ദേഹം തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിനെയും അതുപോലെ ഡോക്ടർ R. ബീന, കാർഷിക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ, ഡോക്ടർ VK. സജേഷ്, ഇന്ത്യൻ സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ സയൻറ്റിസ്റ്റ്, അതുകൂടാതെ നമ്മുടെ VS. പത്മകുമാർ അവറുകൾ, കർഷക സംഘം, വിജീഷ് B. രാജൻ, സിംപ്ലിഫൈ അഗ്രി, അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിനെയും ഈ സെമിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള കർഷകരായിട്ടുള്ള ആൾക്കാരെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ M. വിജയകുമാർ, വിഷയം അവതരിപ്പിക്കുന്ന SS. നാഗേഷ്, ആസൂത്രണ ബോർഡ് അംഗം, ചർച്ച നയിക്കുന്ന വിവിധ മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളെ, സെമിനാറിൻ്റെ കൺവീനർ ഡോക്ടർ M. ജോയ്,
ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന പ്രിയമുള്ളവരെ, ഈ പഠന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള, പ്രധാനമായി കാണേണ്ടുന്ന ഒരു സെഷനാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളി, അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ, വിവിധ മേഖലകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന നിർദ്ദേശങ്ങൾ എല്ലാം ഉയർന്നു വരുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുക. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിശദമായ ഒരു പ്രതിപാദനം ഇവിടെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖല ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആഗോളവൽക്കരണ നയം മുതൽ കേരളത്തിൽ സാമൂഹ്യ സാമ്പത്തിക രംഗത്തുണ്ടായ വളർച്ച, അതിനെ തുടർന്ന് നമുക്കെന്തും പണം കൊടുത്ത് വാങ്ങാൻ കഴിയും, പ്രത്യേകിച്ചൊരു അധ്വാനമൊന്നും വേണ്ടതില്ല എന്നുള്ള തോന്നൽ, ഗൾഫ് മണിയുടെ സ്വാധീനം, അത് കേരളത്തിലുണ്ടാക്കിയ ഭൂമാഫിയയുടെ ഇടപെടൽ, ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ കേരളത്തിലെ കാർഷിക തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ കാർഷിക മേഖലയുടെ ഒരു തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുകയുണ്ടായി. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി നടത്താനും ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കാനെല്ലാം സാധിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക നിലയിൽ കേരളത്തിലെ കാർഷിക മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണങ്ങളായിരിക്കും ഈ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വരിക എന്നുള്ളതാണ് തോന്നുന്നു. മറ്റു പല മേഖലയെക്കുറിച്ചും ഞാൻ വിശദമായി പറയുന്നില്ല. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു സംഘടനയുടെ ഒരു ചുമതലക്കാരനെന്ന നിലയിൽ ഈ കാർഷിക തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്, അല്ല അതിൻ്റെ ഇരയായിട്ടുള്ളത് കേരളത്തിലെ കർഷക തൊഴിലാളികളാണ് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും കൃഷി നിർത്തലാക്കുമ്പോൾ, കൃഷിയിൽ നിന്ന് കൃഷിക്കാർ പിൻവാങ്ങുമ്പോൾ കർഷക തൊഴിലാളികൾക്ക് ജോലിയില്ലാതിരിക്കും. കൃഷിക്കാർ പിൻവാങ്ങുന്നതിനുള്ള കാരണം വില തകർച്ചയടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതടക്കം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. കൃഷി കുറയുമ്പോൾ കർഷക തൊഴിലാളികൾ കുറയുന്നുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു ചെറിയ അഭിപ്രായം പല ഭാഗത്തും ഉയർന്നു വരുന്നത് കർഷക തൊഴിലാളികളെ ജോലിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കൃഷി നടത്താത്തത് എന്ന ചില അഭിപ്രായവും ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൊല്ലം മുഴുവൻ ജീവിക്കാനുള്ള പണി കാർഷിക മേഖലയിലില്ല. അതുകൊണ്ട് മറ്റു മേഖല അന്വേഷിച്ച് പോകും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. പിന്നീട് കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ വളർച്ചക്കനുസരിച്ച ഒരു സാമൂഹ്യപരമായ അംഗീകാരം, ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അധ്വാനത്തിനനുസരിച്ച വേതനം, കാർഷിക പ്രവൃത്തിക്ക് ഒരു അംഗീകാരം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കർഷക തൊഴിലാളികളെ ഈ മേഖലയിൽ നമുക്ക് ഇനി പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ മറ്റു മേഖലകൾ തേടി പോകുമെന്നുള്ള കാര്യം യാതൊരു സംശയവും. ഒരു കർഷക തൊഴിലാളിയും എൻ്റെ മകൾ കർഷക തൊഴിലാളിയായിട്ട് തന്നെ ഭാവിയിൽ വരണമെന്ന് ആഗ്രഹിക്കില്ല. കേരളത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായി അവർ എഞ്ചിനീയർമാരും
ഡോക്ടർമാരും ഒക്കെ ആക്കി മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ മാറി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഷിക തൊഴിൽ ആകർഷകമാക്കുക, പരിശീലനം നൽകുക, ആകർഷകമായ വേതനം ഉറപ്പുവരുത്തുക, അതിന് കൃഷിക്ക് സർക്കാർ കൃഷി നടത്തുന്ന കർഷകന് നൽകുന്ന സഹായങ്ങളെ പോലെ തന്നെ ഈ തൊഴിലാളിക്കും ഒരു വിഹിതം സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ മാന്യമായ കൂലി കൊടുക്കാൻ സാധിക്കും. അത്തരം നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ കേരളത്തിൽ കർഷക തൊഴിലാളികളെ ഈ ജോലിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ കേരളത്തിലുടനീളം തൊഴിൽ സേന എന്നൊരു സംവിധാനം ഉണ്ടാക്കി. 400-ലേറെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 82 സ്ഥലങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊരു ദൗർബല്യമാണ്, അതൊരു മറ്റൊരു കാര്യം. പക്ഷെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തൊഴിലാളികളെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയാണല്ലോ കേരളത്തിലെ നെല്ലുൽപാദനത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് 38% ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്. ആ പാലക്കാട് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ പരീക്ഷണത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തി. കണ്ണാടി പഞ്ചായത്തിൽ 200 പേരെ ഞങ്ങൾ തൊഴിൽ സേനയിൽ ഉൾപ്പെടുത്തി. അവർക്ക് പരിശീലനം കൊടുക്കും. അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ജോലി കൊടുക്കാൻ കഴിയും. അവരൊരു വർഷം 60,000 രൂപ മുതൽ 80,000 രൂപ വരെ ഈ ജോലിയിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുകയും ആ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയും ചെയ്തത് വഴി തൊഴിലാളികളെ ലഭ്യമാകുന്ന അവസ്ഥയുണ്ട്. ഇത് കേരളത്തിലുടനീളം എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും? ഇപ്പോൾ പഞ്ചായത്തുകളിൽ കർമ്മസേനയുണ്ട്, കാർഷിക കർമ്മസേനയുണ്ട്. മിക്ക സ്ഥലത്തും അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അതിലെല്ലാം പേര് രജിസ്റ്റർ ചെയ്ത് സർക്കാർ സംവിധാനമല്ലേ എന്ന് നോക്കുന്നു എന്നല്ലാതെ മിക്ക സ്ഥലത്തും അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സർക്കാർ തന്നെ കൃഷിക്കാരനാണെങ്കിൽ ഉയർന്ന കൂലി കൊടുക്കാൻ കൃഷിക്കാരനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തൊഴിലാളിക്ക് കൊടുക്കേണ്ടുന്ന കൂലി നിശ്ചയിക്കുകയും ആ കൂലി ഉയർന്ന കൂലിയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അതിൽ കൃഷിക്കാരനൊരു ഭാഗവും സർക്കാരിൻ്റെ ഒരു പങ്കും കൂടി ഉണ്ട് എന്ന് വന്നാൽ സ്വാഭാവികമായും കൃഷിക്കാരനും താങ്ങാൻ പറ്റും, കർഷക തൊഴിലാളികൾക്ക് മാന്യമായൊരു വേതനം ലഭ്യമാവുകയും ചെയ്യും. ഈ നിലയിലുള്ള ഒരു സംവിധാനം കേരളത്തിനകത്ത് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ കർഷക തൊഴിലിന് ആളെ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പം കേരളത്തിലിപ്പോൾ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നത് അന്യ സംസ്ഥാനക്കാരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് 600 കോടി ഉറുപ്പിയാണ് കാർഷിക മേഖലയിൽ ജോലി ചെയ്തത് വഴി സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ കൊണ്ടുപോകുന്നത്. 600 കോടിയോളം രൂപയുടെ തൊഴിൽ അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടുത്തെ തൊഴിലാളികൾക്ക് തന്നെ നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പരിശീലനം വേണം, ആധുനിക യന്ത്ര സംവിധാനങ്ങൾ വേണം. ആ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ തോതിൽ കൃഷി നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇപ്പോൾ വടക്കഞ്ചേരി പഞ്ചായത്ത് നടത്തുന്ന ഗ്രീൻ ആർമിയുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി. ആ ഗ്രീൻ ആർമി ഒരു മാതൃകയാണ്. അവിടെ ഇപ്പോഴും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കോൾനിലങ്ങളിൽ വലിയ തോതിൽ നെൽകൃഷി നടത്തുന്നുണ്ട്, കോൾ കൃഷി നടത്തുന്നുണ്ട്. ഞാൻ അവിടെ പോവുകയും കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ കാർഷിക തൊഴിലിന് തൊഴിലാളികളെ കിട്ടണമെങ്കിൽ സാധാരണഗതിയിലുള്ളതുപോലുള്ള രീതിയിൽ വെച്ചാൽ നടക്കില്ല. പകരം അതിനുള്ള ആധുനികവൽക്കരിക്കണം. കാർഷിക തൊഴിൽ ആധുനികവൽക്കരണം, പരിശീലനം കൊടുക്കണം, യന്ത്രങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം, മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കണം. അങ്ങനെ വന്നാൽ കേരളത്തിൽ ഒരു സംശയമില്ല, കാർഷിക മേഖലയിൽ തൊഴിലിന് ആളെ കിട്ടും. അതുവഴി കേരളത്തിലെ കാർഷിക മേഖല കുറെ ശക്തിപ്പെടുത്താനും ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആൾ കൃത്യമായി പോകുന്നുണ്ട്. പണം 339 റുപ്യേ ഉള്ളൂ എങ്കിലും പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്ഥിര വരുമാനം കിട്ടുന്നു എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അപ്പോൾ മാന്യമായൊരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ തൊഴിലാളികളെ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് സർക്കാർ സംവിധാനം ഇനി അങ്ങോട്ടുള്ള ഘട്ടത്തിൽ ആ നിലയിലൊരു ചിന്ത സർക്കാരിൽ നിന്നുണ്ടാവണം. അതിനുള്ള നിർദ്ദേശം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം എന്നുള്ളത്.
മറ്റു കുറേ കാര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ചെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്ന ശ്രീ നാഗേഷും മറ്റും വിശദമാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അധ്യക്ഷൻ തന്നെ കൂടുതൽ സമയമെടുത്തു എന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയെ തിരിച്ചു പിടിക്കണം, അതിനെ ആധുനികവൽക്കരിക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? കേരളത്തിലെ സഹകരണ സംഘങ്ങൾ, പേര് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ്. പക്ഷേ ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളും കാർഷിക മേഖലയിൽ എന്ത് സംഭാവന ചെയ്യുന്നു? അവരുടെ മൊത്തം വായ്പയുടെ 20% കാർഷിക വായ്പയാവണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ എപ്പോഴത്ര 5%, 6%? ഇനി കാർഷിക വായ്പ കൊടുക്കുന്നതന്നെ സ്വർണം വെച്ചിട്ട് അതിൻ്റെ മേലെ കൊടുക്കുന്ന വായ്പ കാർഷിക വായ്പയാണെന്ന് എഴുതി ചേർക്കുന്ന രീതി പോലുമുണ്ട്. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് വലിയ തോതിൽ സാധിക്കും. അതിനൊരു കർമ്മ പരിപാടി ഗവൺമെൻറ് തന്നെയും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറാക്കണം. കർഷക പ്രസ്ഥാനങ്ങളും കർഷക തൊഴിലാളി സംഘടനകളെയെല്ലാം ബന്ധപ്പെടുത്തണം. അതിനെങ്ങനെ സാധിക്കും എന്നുള്ളതും ഗൗരവമായി ചർച്ച ചെയ്ത് പ്രവർത്തന പരിപാടികൾ തയ്യാറാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയം. നമുക്ക് അതീതമായ ചില കാരണങ്ങളുണ്ട്. ആഗോളവൽക്കരണ നയം, ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ളതായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, കാർഷിക ഉൽപ്പന്നങ്ങൾ യാതൊരു നിയന്ത്രണമില്ലാതെ ഇന്ത്യയിലേക്കും അതുവഴി കേരളത്തിലേക്കും എത്തുന്നത്, ഇങ്ങനെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ മാത്രം നിയന്ത്രിച്ചാൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല, സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട്. പക്ഷെ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് നമുക്ക് മാർഗദർശനം നൽകാൻ കഴിയണം എന്നാണ് എനിക്ക് ഹ്രസ്വമായി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പറയാനുള്ളത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കാൻ, കേരളത്തിൽ ആവശ്യമായ കാർഷിക വസ്തുക്കൾ, ഇപ്പോൾ പച്ചക്കറിയാണ് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് കാർഷിക മേഖലയിലും പ്രായോഗികമായി കുറേ പ്രശ്നങ്ങളുണ്ടാവും, എങ്കിലും മറ്റു മേഖലയിലും കുറേ കൂടി ഉൽപ്പാദന വർധനവ് തുടങ്ങിയ, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം. ആളുകൾ മടുത്തിരിക്കുകയാണ്. നെല്ലൊക്കെ കൃഷി ചെയ്ത് വലിയ നിർബന്ധത്തിലും വലിയ നിലയിലും കൃഷി ചെയ്ത് നെല്ല് മുള പൊട്ടി വരുമ്പോൾ, കതിര് വരുമ്പോഴേക്കും മഴ പെയ്ത് അടിഞ്ഞു പോകുന്നു. അതോടുകൂടി മനം മടുക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം, അതിനെല്ലാം നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന മാർഗം കണ്ടെത്താൻ ഈ ചർച്ച ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരണീയനായ മുൻ സ്പീക്കറും മന്ത്രിയുമായ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സഖാവ് എം വിജയകുമാറിനെ ഞാൻ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. അധ്യക്ഷനെ വിളിച്ചു ക്ഷണിച്ചു. അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സെമിനാറിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവ്, സംസ്ഥാന സെക്രട്ടറി സഖാവ് എൻ ചന്ദ്രൻ, നമ്മെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്ത സെമിനാറിൻ്റെ കൺവീനർ ഡോക്ടർ എം ജോയി, ഈ സെമിനാറിൽ വിഷയാവതരണം നടത്തുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രമുഖനായിട്ടുള്ള ശ്രീ എസ് നാഗേഷ്, ഈ ചർച്ചാവേദിയിൽ സന്നിഹിതനായിട്ടുള്ള
Dr. K.K. Ishwaran, Dr. C. Tamban, Dr. R. Veena, Dr. V.K. Sajesh, Sri Rajesh V. Rajan, കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹി സഖാവ് V.S. പത്മകുമാർ, അതോടൊപ്പം തന്നെ ഇതിലെ സെമിനാറിലെ റിപ്പോർട്ടേഴ്സ്, ടെക്നിക്കൽ കോർഡിനേറ്റർ, കൺവീനർമാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 5ാമത് കേരള പഠന കോൺഗ്രസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. കേരളത്തിൻ്റെ ബഹുമാനനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി തന്നെയാണ് നിർവഹിച്ചത്. പഠന കോൺഗ്രസിനെ സംബന്ധിച്ചും പഠന കോൺഗ്രസ്സുകളെ സംബന്ധിച്ചും ഒക്കെ അവിടെ പ്രതിപാദിക്കപ്പെട്ടു. അതിൽ നാം എല്ലാവരും പങ്കാളികളായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതായിട്ട്. ഒന്നാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് 1994 നടക്കുന്നത് 1994 സഖാവ് EMSൻ്റെ നേതൃത്വത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ KR നാരായണൻ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് അതിൽ പങ്കെടുത്തത്. ശ്രദ്ധേയമായ ഒരു സംഭവം. അതിന് വേദിയായതും ഈ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഇതേ രൂപത്തിലാണ് അന്നത്തെ ക്രമീകരണങ്ങളും ഇതേ രൂപത്തിലാണ്. അന്നതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ഞാൻ. കഴിഞ്ഞ 30 വർഷക്കാലം കൊണ്ട് ഈ പഠന കോൺഗ്രസ്സുകളിൽ കൂടി ഉണ്ടായ മാറ്റങ്ങളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. പഠന കോൺഗ്രസ്സുകൾക്കുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒക്കെയുള്ള പങ്കും നിർണായകമാണ്. തീർച്ചയായിട്ടും ഈ 5ാമത് കേരള പഠന കോൺഗ്രസ് ഭാവി കേരളത്തെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ സെമിനാറുകൾ 46 എന്നാണ് എൻ്റെ 46 സെമിനാറുകൾ നടക്കുക വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ. 46 ഒരു സർവതല സ്പർശിയാണ് ഈ പഠന കോൺഗ്രസ് എന്ന് പറയുന്നത്. എല്ലാ വിഷയങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ ജോയ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഈ ടൈം ലിമിറ്റ് എന്താ, ടൈം ടേബിൾ ഉണ്ട് എന്നർത്ഥം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജാണ്, ഒരു ക്ലാസ് മുറിയിലാണ് നടക്കുന്നത്, ഇവിടെ ടൈം ടേബിൾ ആണല്ലോ. അതുപോലെ തന്നെയാണ് പഠന കോൺഗ്രസിനും ഒരു സെമിനാറുകൾക്കും ഒരു ടൈം ടേബിളുണ്ട്. നിശ്ചിത സമയം കൊണ്ട് നമുക്കത് ഫലപ്രദമായി നടത്താൻ സാധിക്കണമെന്ന്. ഞാനതുകൊണ്ട് വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഈ സെമിനാറിൻ്റെ വിഷയം കാർഷിക വിള പരിപാലനം എന്നാണ്. കേരളത്തെ സംബന്ധിച്ച് കാർഷിക വിള പരിപാലനമാണ് സെമിനാറിൻ്റെ വിഷയം. ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം.
സഹോ ചന്ദ്രനും അത് സൂചിപ്പിച്ചു. ആ വിഷയം ഇവിടെ അവതരിപ്പിക്കും. ഒരു നല്ല ഒരു പഠന രേഖയാണ് അത്, ആ വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തയ്യാറാക്കി ശ്രീ നാഗേഷ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു ചർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ച വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ചർച്ചയായി നമുക്ക് മാറ്റാൻ സാധിക്കണം. ഇപ്പോൾ കാർഷിക വിള പരിപാലനം എന്നത് അല്ലേ, ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ കൃഷി ആണ്. വേറെ ഒന്നും അതിനെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടില്ല. കൃഷിയാണ് കാർഷിക പരിപാലനം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയുടെ കാര്യങ്ങളിൽ തുടങ്ങണം എന്നിട്ടാണ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുക. ഇപ്പോൾ രാജ്യത്തെ കാർഷിക മേഖല ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കരകയറാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലേക്കാണ്, അതിൻ്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നവ ഉദാരവൽക്കരണത്തോടു കൂടി വന്ന മാറ്റം. ആ മാറ്റം എന്ന് പറയുന്നത് എന്താ? കൃഷിയെ കമ്പോളവൽക്കരിക്കാനുള്ള ഒരു നയം, നവ ഉദാരവൽക്കരണ നയം വന്നതോടുകൂടിയാണ് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖല